പ്രാവശ്യം അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാകും. അതേസമയം ഒന്ന് പറഞ്ഞു നോക്ക്, ഭരിക്കാൻ ചെന്ന് നോക്ക്, ഭാര്യയായാലും ഭർത്താവിനെ ആയാലും, നീ അല്ലേലും ഗുണം വരത്തില്ല. കെട്ടിയ കാലം തൊട്ട് തുടങ്ങിയതാ. പിന്നെ വിളിക്കുന്ന വിളിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ വിളിയാ, പുതിയ പുതിയ പേരുകളൊക്കെ കണ്ടുപിടിക്കുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും. അവിടുന്ന് തുടങ്ങും ആദ്യത്തെ പിശാച്, വിമർശനം. കംപ്ലൈന്റുകൾക്ക് പകരം എന്താകുന്നു? വിമർശനം. ഇതൊരു തുടക്കം. അതിനെപ്പറ്റി തന്നെ വിശദീകരിച്ചിട്ടില്ല. ബാക്കി ഒരു 5-6 പിശാചുക്കൾ എനിക്കറിയാം. 6 പിശാചുക്കളെ പറഞ്ഞിട്ട് ഈ 6 പിശാചുക്കളുടെ മേൽ ബോംബ് പൊട്ടിക്കുന്ന, അതിനെ തകർക്കുന്ന, എന്നിട്ട് നമ്മുടെ കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ചില മിസൈൽസ് കൂടെ പറയാം. അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഒരു പരിധി വരെ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക്കിന്റെ ഒരു പോർഷൻ ചെയ്യും. പിന്നീട് ബാക്കി പേരന്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മറ്റേതെങ്കിലും അവസരത്തിൽ കർത്താവ് അവസരം തന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞതെന്ന് മാത്രമല്ല, ഇനി പറയാനുള്ള പിശാചുക്കളെ വീട്ടിൽ നിന്ന് അകറ്റുന്ന സമയമായി ഈ ഒരാഴ്ച തീരട്ടെ. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞരക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിലെ തകർക്കുന്ന, വണ്ണസിനെ തകർക്കുന്ന, ഡിവോഴ്സിലേക്ക് നയിക്കുന്ന, സെപ്പറേഷനിലേക്ക് നയിക്കുന്ന ദുഷ്ട പിശാചുക്കൾ, അത് മാത്രമല്ല, ഡിവോഴ്സ് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് സഹിച്ചു നിർത്തുന്ന ദുഷ്ടപിശാചുകളുണ്ടല്ലോ. അതായത് ചിലർ പറയുന്നത്, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ ഈ 2 പിള്ളേരെ ഉദ്ദേശിച്ചോണ്ടാണ് ഞാൻ ഇന്ത്യാന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്ത്യാന്റെ കൂടെ സഹിച്ചങ്ങ് ജീവിക്കുകയാണ്, ഒരു സന്തോഷം ഉണ്ടായിട്ടല്ല. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ആ കുട്ടി പിശാചുക്കളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുന്ന ഒരു സ്പിരിച്വൽ വാർഫെയർ കൂടി ഈ ആഴ്ച നടക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ദുഷ്ട പിശാചുകൾ വിട്ടുപോകട്ടെ. നാം ഒന്നായി നിന്ന് ത്രിയേക ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ, എപ്പോഴും ഒന്നായി നിൽക്കുന്ന ത്രിയേക ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നമ്മുടെ കുടുംബജീവിതം മൂലപടിയായി തീരട്ടെ. സർവശക്തനായ ദൈവം അതിനുള്ള എല്ലാ കൃപയും നമ്മുടെ മേലെ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നൽകി തീരുമാനാകട്ടെ. നാളെ നടക്കുന്ന ക്ലാസ് അതിപ്രധാനമായ, ഏറ്റവും അതിപ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ടുന്ന വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. ഇതുവരെ പറഞ്ഞതിൽ മിക്കവാറും ഒക്കെ ഒരു പരിധി വരെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും കല്യാണ പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. പലതും അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാളെ ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്, ഈ സെക്ഷൻ ഓഫ് ദിസ് ക്ലാസ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന അതിപ്രധാനമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരണം. നമ്മുടെ കുടുംബം, എൻ്റെ കുടുംബം ദൈവികമായ റെപ്രസെന്റേഷനോട് ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക നിലയിൽ ജീവിപ്പാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും അടുത്ത ഒരു 2-3 മിനിറ്റ് ഞാൻ തരാം. ഏതെങ്കിലും ചോദ്യം ഇതിനോടുള്ള ബന്ധത്തിലുണ്ടോ? ഈ ക്ലാസ് ഒരു വിശ്വാസിയായ ഒരു കാര്യം, ഒരു ഭർത്താവ് ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭാഷയുടെ വിഷയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന വിഷയം വരുമ്പോൾ ഭർത്താവിനെ തിരിച്ച് പോകുന്ന ഒരു അനുഭവം വന്നാലും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അതിന് കൂടുതൽ തെറ്റില്ല എന്ന് ദൈവം. അവിശ്വാസിയായ ഭർത്താവ് ദൈവത്തെ സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്ന സ്ത്രീ 10 വർഷമായി പറയുകയാണ്, ഇങ്ങനെയുള്ള ആ ഒരു മീറ്റിങ്ങിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആ ഭർത്താവിനെ വിശ്വസിക്കണമോ അല്ല പ്രകാരം അതിൻ്റെ മുന്നോട്ട് പോകാനുള്ള പ്രവണത കാട്ടുന്നതിലെ ആവശ്യം? വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതൊന്നും ഇവിടെ ഡീൽ ചെയ്തായിരുന്നു, സന്ദർശനം. അതിലെന്റെ സ്റ്റാൻഡ് ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു. ഒരിക്കലെ ഒരു പെൺകുട്ടി ഇതേ കേസിൽ, മൂന്നാർ അടിമാലി ഇതേ കേസിൽ ചർച്ചിൽ പോകാൻ അവൾക്ക് അവൾ രക്ഷിക്കപ്പെട്ടു. അവളുടെ വീട്ടിലാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല.
അവൾ ആദ്യത്തെ ചർച്ചിലെ മീറ്റിങ്ങിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പായി. അവളെ പിടിച്ച് കൂട്ടിയിടാനൊക്കെ തുടങ്ങി. അപ്പൊ ചോദിച്ച അവിടുത്തെ പക്വതയുള്ള ദേവദാസനോട് ആ കാര്യം തിരക്കിയപ്പോൾ ദേവദാസൻ പറഞ്ഞു, നീ ദൈവത്തെ സ്നേഹിക്കുന്നത് നിന്റെ ഭർത്താവിനെയും നിന്റെ പിതാവിനെയും അനുസരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാം, നിന്റെ വീട്ടിലിരുന്ന് നീ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അവൾ ആ വീട്ടിലിരുന്ന് അവിടെ ആരാധന നടക്കുന്ന സമയത്ത് അവളുടെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ വീട്ടിൽ ആ പിതാവ് തന്നെ വന്ന് ഡോർ തുറന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാളും നല്ലത് നീ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലത്. ഞാൻ കർത്താവിനെ സ്നേഹിക്കണം എന്ന് മീൻ ചെയ്തത് ചർച്ചിൽ പോകുന്ന വിഷയത്തോടോ അല്ലെങ്കിൽ ഭർത്താവിനെയോ അനുസരിക്കേണ്ടവരെ അനുസരിക്കാതിരിക്കണം എന്ന അർത്ഥത്തിലല്ല. എന്നാൽ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വ്യക്തി ആരെ സ്നേഹിക്കണം? കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ആ ദൈവ സ്നേഹത്തിൽ കർത്താവിനെ സ്നേഹിക്കണം. ഏതെങ്കിലും പഴുതിൽ ഇപ്പോൾ ഭർത്താവ് പറയുകയാണ് കർശനമായി നിനക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, ഞാനിപ്പോൾ ഇറങ്ങുമെന്നും പറഞ്ഞ് ഭാര്യ ഇറങ്ങാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവൾ ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെ, ഭർത്താവിനെ സ്നേഹിക്കുന്നതിലൂടെ അവൾ ഭർത്താവിനെ കർത്താവിന് വേണ്ടി നേടും. അങ്ങനെ ഒരു സാഹചര്യമാണ്. പിന്നെ അതെല്ലാം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. അതത് സാഹചര്യങ്ങൾ. ഇപ്പൊ ചില ഭർത്താക്കന്മാർ പറയുന്നത് പോകണ്ട, പക്ഷേങ്കിൽ അത് അവരുടെ കുടുംബത്തിന്റെ ഇടർച്ചയ്ക്കോ ഒന്നും പ്രയാസമല്ല. എന്നാൽ ഞാൻ കർത്താവിനെ ഒന്ന് കൺവിൻസ്ഡ് ആക്കി വരാൻ പറ്റുമെങ്കിൽ. ഇപ്പൊ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം വേർപെടുന്ന ഒരനുഭവത്തിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നിശ്ചയമായിട്ടും ഭർത്താവിനെ കീഴടങ്ങി അനുസരിക്കണം. അതേ സമയത്ത് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിന്റെ സ്നേഹത്തിൽ അവൻ നിലനിൽക്കുന്നത്. ആ സ്നേഹത്തിലൂടെ അവനെ കർത്താവിലേക്ക് വേദപുസ്തകം അത് പറയുന്നത് ഒറ്റ ജനറൽ തേമിലാണ് പറയുന്നത്. അവിശ്വാസിയും വിശ്വാസി എന്നൊരു തേമിൽ മാത്രമേ വേദപുസ്തകം അതിനെ ഡീൽ ചെയ്യുന്നു. കർത്താവിനെ അറിയാത്ത അവിശ്വാസി വിശ്വാസി എന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് വിശ്വാസികളുടെ ഇടയിലെ സിറ്റുവേഷൻ ആണെങ്കിൽ നിശ്ചയമായിട്ടും മറ്റുള്ളവർ ആ വിവരത്തിൽ ഇൻവോൾവ് ചെയ്യുകയും കാര്യങ്ങൾ സംസാരിക്കുകയും അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വിശ്വാസികളാണെങ്കിൽ, കാരണം വിശ്വാസിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, വിശ്വാസി ആണെങ്കിൽ, വിശ്വാസി എന്നല്ല ആരായാലും, ഭാര്യയെ അബ്യൂസ് ചെയ്യുകയും ഭാര്യയെ കളിയാക്കുകയും ഭാര്യയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവൻ ഗദർദേശത്തിലെ ഭൂതഗ്രസ്തൻ. കാരണം നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും വേണ്ടുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒരു പൈശാചിക ശക്തി, ഒരു ഭൂതാത്മാവ്, അതൊരു സ്പിരിച്വൽ റിലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാം. കുടുംബങ്ങളെ ചിത്രിക്കുക എന്ന് പറയുന്നത് ഒരു ഭൂതാത്മാവിൻ്റെയും കൂടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലം. അപ്പം ഒന്നുകിൽ ഭൂതാത്മാവ്, ഇല്ലെങ്കിൽ അവൻ്റെ നേർവ് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഭാര്യയെ അബ്യൂസ് ചെയ്യുന്ന ഭർത്താവുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ്റെ നേർവ് റെഡിയാക്കാനുള്ള മരുന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ ഭൂതത്തെ ശാസിക്കാനുള്ള പ്രാർത്ഥന വേണം. അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തിരുവചനം അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമേ അല്ല. അത് പൈശാചികമാണ്, അത് ഭൂതാത്മാവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ ഭൂതത്തെ ഇറക്കാൻ വിശ്വാസിയാണെങ്കിൽ ദൈവമക്കൾ എല്ലാവരുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഭൂതത്തെ ഇറക്കാൻ പ്രാർത്ഥന വെക്കണം. ഇല്ലെങ്കിൽ നേറിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതിനുള്ള മെഡിസിൻ കൊടുക്കണം. എനിക്ക് അഭിപ്രായമുള്ളൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഭാര്യയെ ഭർത്താവിനെ അബ്യൂസ് ചെയ്യാൻ, ഉപദ്രവിക്കാൻ വേദപുസ്തകം അനുവദിക്കുന്നു. അല്ലാതെ ഞാനിപ്പോ എന്ത് പറയും? മറ്റു ക്വസ്റ്റ്യൻസ്? ജോസ് ബ്രദർ, ഞാൻ പറഞ്ഞ ആശയത്തോട് യോജിക്കുന്നു എന്നാണ് എൻ്റെ ചിന്ത. നമുക്ക് എന്താ പ്രാർത്ഥന? ഒരു നിമിഷം നമുക്ക് ദൈവം